ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സുന്ദരകാന്ഡമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഭീഷണൻ രാവണനോട് പിണങ്ങി കൈലാസത്തിലെത്തിയ ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മഹാദേവൻ്റെയും കുബേരൻ്റെയും അഭിപ്രായം അനുസരിച്ചിട്ട്, ഉപദേശം അനുസരിച്ചിട്ട് വിഭീഷണൻ രാമനെ കാണാനായി എത്തുകയും രാമൻ്റെ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. അതനുസരിച്ചിട്ട് രാമൻ വിഭീഷണനെ മിത്രമായി സ്വീകരിക്കുകയും വിഭീഷണനെ ലങ്കയുടെ അധിപതിയായി അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം സാഗരം കടക്കുന്നതിനുള്ള ഉപായം എന്ത് എന്ന് അവർ പരസ്പരം ആലോചിച്ചു. ആ സമയം സുഗ്രീവൻ പറയുകയാണ്, സാഗരമഹീപതിയാണ് സാഗരം കുഴിച്ചുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ശ്രീരാമൻ. അവിടുന്ന് വിളിച്ചാൽ സാഗരം മുമ്പിലെത്തി ഉപായം പറഞ്ഞു തരും. അതിനുവേണ്ടി അങ്ങ് ഉപവാസം അനുഷ്ഠിക്കണം. അങ്ങനെ രാമൻ ആ സാഗര തീരത്ത് ദർഭ വിരിച്ച് അതിന്മേൽ ഉപവാസം അനുഷ്ഠിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ടും സാഗരദേവത വന്നില്ല. രാമൻ കുപിതനായി ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, വില്ലും അമ്പും കൊണ്ടുവരൂ. ഞാൻ ഇന്ന് സാഗരത്തിന് നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഇനി കാത്തിരിക്കേണ്ടതില്ല. അവരിൽ നിന്നും യാതൊരു നീതിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. 3 ദിവസം ഞാൻ സാഗരത്തെ ആരാധിച്ചു, ഉപവസിച്ചു. ഇനി അഗ്നിബാണങ്ങളെ കൊണ്ട് സാഗരത്തെ വറ്റിച്ചു കളയുക അല്ലാതെ മറ്റു മാർഗമില്ല. ഇങ്ങനെ പറഞ്ഞ് രാമൻ അഗ്നിബാണം സാഗരത്തിലേക്ക് അയച്ചു. അഗ്നിബാണങ്ങൾ ചീറിപ്പാഞ്ഞു. മത്സ്യങ്ങളും മുതലകളും നീർനായ്ക്കളും എല്ലാം മരിച്ചു. സപ്തസാഗരങ്ങളിലും അഗ്നിബാണത്തിൻ്റെ പ്രഭാവം എത്തിച്ചേർന്നു. വരുണൻ കിലുകിലാ വിറച്ചു. വരുണൻ ശ്രീരാമൻ്റെ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അല്ലയോ രാമ, എന്തിനാണ് അങ്ങ് ഇത്രയും കോപിച്ചിരിക്കുന്നത്? എന്തിനാണ് അവിടുന്ന് ഈ വിധം എന്നിൽ ഉപദ്രവം ചെയ്യുന്നത്? ഞാൻ അങ്ങയോട് യാതൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇങ്ങനെ വരുണൻ ചോദിച്ചപ്പോൾ ശ്രീരാമൻ പറയുകയാണ്, ഞാൻ ഈ സാഗര തീരത്ത് 3 ദിവസം ഉപവസിച്ചു. പക്ഷേ അങ്ങ് വന്നില്ല. പാപിഷ്ഠനായ രാവണൻ എൻ്റെ സീതയെ അപഹരിച്ചു. സീതയെ വീണ്ടെടുക്കുന്നതിനായി ഞാൻ ലങ്കയിലേക്ക് പോകുന്നു. വാനര സൈന്യങ്ങളെല്ലാം മറുകര എത്തണം. ഉപവസിച്ചിട്ടോ ആരാധിച്ചിട്ടോ താങ്കളെ കണ്ടില്ല. അതിനാലാണ് അഗ്നിബാണം പ്രയോഗിച്ചത്. നേരത്തെ വന്നിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമായിരുന്നില്ല. 10 യോജന വീതിയിലും 100 യോജന നീളത്തിലും സാഗരത്തിലെ ജലം മാറ്റിത്തരണം. വാനരസേന കടൽ താണ്ടി മറുകര എത്തുന്നതിന് അങ്ങ് സഹായിക്കണം. രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാഗരം കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, എന്നിലെ ജലം പാതാളം വരെ വ്യാപിച്ചു കിടക്കുകയാണ്. ഒരു ഉപായവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. എന്നാൽ ഒരു മാർഗമുണ്ട്, അത് പറഞ്ഞു തരാം. വിശ്വകർമ്മപുത്രനായ നളൻ എന്ന ഒരു വാനരൻ ഉണ്ട്. അങ്ങേക്ക് വേണ്ടി നളൻ ജഹ്നു മഹർഷിയിൽ നിന്നും വരം നേടിയിട്ടുണ്ട്. ഇവിടെ നളൻ എന്നുദ്ദേശിച്ചത് വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ എന്ന വാനരനെയാണ്. ജഹ്നു മഹർഷി നളൻ എന്ന വാനരന് ഒരു വരം നൽകിയിട്ടുണ്ട്. അതായത് നളൻ എന്ന വാനരൻ സമുദ്രത്തിലേക്ക് എടുത്തെറിയുന്ന വസ്തുക്കളെല്ലാം തന്നെ പൊങ്ങിക്കിടക്കുമെന്ന് മഹർഷി നളന് വരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സാഗരം വരുണദേവൻ രാമനോട് പറയുകയാണ്, നളനെ ചിറകെട്ടാനായി ചുമതല ഏൽപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞ്
സാഗരം വരുണദേവൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അതനുസരിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ നളൻ എന്ന വാനരനെ വിളിക്കുകയും ചിറകെട്ടാൻ ഏൽപ്പിക്കുകയും ചെയ്തു. നളൻ ആ ചുമതല ഏറ്റെടുക്കുകയും മറ്റു വാനരന്മാരുടെ എല്ലാം സഹായത്തോടു കൂടി ചിറകെട്ടുകയും ചെയ്തു. അങ്ങനെ മനോഹരമായ ഒരു പാത നളൻ എന്ന വാനരൻ്റെ നേതൃത്വത്തിൽ അവിടെ നിർമ്മിക്കുകയാണ്. അതിനുശേഷം ചിറകെട്ടി പൂർത്തിയായി എന്ന് നളൻ രാമനെ അറിയിക്കുകയും രാമൻ വന്ന് ആ പാത നോക്കിക്കാണുകയും അതിനുശേഷം അവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്നും ആ ക്ഷേത്രത്തിൽ ശിവനെ പൂജിക്കണമെന്നും നളനോട് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് നളനും ഹനുമാനും കൂടി ആ ചിറയുടെ മുകളിലായിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ ശിവനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിനുശേഷം താമരപ്പൂക്കൾ കൊണ്ടുവരുന്നതിനായിട്ട് ശിവപൂജയ്ക്കായി താമരപ്പൂക്കൾ വെള്ളത്താമരപ്പൂക്കൾ കൊണ്ടുവരുന്നതിനായിട്ട് ഹനുമാൻ കുബേരൻ്റെ വാസസ്ഥാനത്ത് പോവുകയും അവിടെയുള്ള തടാകത്തിൽ നിന്നും വെള്ളപ്പൂക്കൾ കൊണ്ടുവരികയും ആ വെള്ളപ്പൂക്കൾ ഉപയോഗിച്ചിട്ട് രാമൻ മഹാദേവനെ പൂജിക്കുകയും ചെയ്തു. മഹാദേവൻ രാമൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. രാമൻ തൻ്റെ യാത്രയ്ക്ക് വേണ്ട, തൻ്റെ ഉദ്ദേശയാത്രയ്ക്ക് വേണ്ട അനുഗ്രഹങ്ങൾ മഹാദേവനോട് ചോദിക്കുകയും അതനുസരിച്ചിട്ട് മഹാദേവൻ ശ്രീരാമചന്ദ്രന് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അതിനുശേഷം എല്ലാ വാനരന്മാരോടും കൂടി ശ്രീരാമൻ ആ ചിറയിൽ കൂടി നടന്ന് ലങ്കയിൽ എത്തിച്ചേർന്നു. രാമനും വാനരന്മാരും ലങ്കയിൽ എത്തി എന്നുള്ള വിവരം രാവണൻ അറിയുന്നു. അവരെ നേരിടുന്നതിനായി രാവണൻ തയ്യാറെടുക്കുന്നു. ഹരേ കൃഷ്ണ. ഇതോടുകൂടി സുന്ദരകാന്ഡം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായം യുദ്ധകാന്ഡമാണ്. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.